യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാര്, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട തോമാസ് ശ്ലീഹായുടെ അനുഗ്രഹം നേടിയ വഴികള്, ഒപ്പം മാനുഷികമായ ചില ചിന്തകള് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ തടസ്സം നിൽക്കില്ല. മറിച്ച് നമ്മുടേതായ വ്യത്യസ്തമായ വ്യതിരിക്തമായ ചില തീരുമാനങ്ങളും ചില ചിന്തകളെയും ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം നമ്മുടെ ഉദ്ധിതനായ കർത്താവിൽ കാണുന്നത്. തോമാസ് ശ്ലീഹ തൻ്റെ അസാന്നിധ്യത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സങ്കടം തോന്നി. തോമാസ് ശ്ലീഹ വിചാരിച്ചു, ഞാൻ അത്രമാത്രം യേശുവിനെ സ്നേഹിച്ചതാ, മറ്റാരേക്കാൾ അപ്പുറമായിട്ടും ഞാൻ യേശുവിനെ സ്നേഹിച്ചതല്ലേ, എന്നിട്ട് എൻ്റെ അസാന്നിധ്യത്തിൽ നീ പ്രത്യക്ഷപ്പെട്ടല്ലോ എന്ന ചിന്ത തോമാസ് ശ്ലീഹായെ ഏറെ ഭാരപ്പെടുത്തി. അതുകൊണ്ട് ആ സ്നേഹബുദ്ധിയാലുള്ള ഒരു വാശി പോലെ തോമാസ് ശ്ലീഹ പറഞ്ഞു, ഞാൻ യേശുവിനെ കാണണമെങ്കിൽ വിശ്വസിക്കണമെങ്കിൽ അവൻ ചില കണ്ടീഷൻസ് വെച്ചു, ഞാൻ തൊടണം, കാണണം. പ്രിയമുള്ളവരെ, ആ ഒരു അവസ്ഥയിൽ വാശി പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തോമാസ് ശ്ലീഹായുടെ ആഗ്രഹത്തിന് മുന്നിൽ തമ്പുരാൻ തോറ്റുകൊടുത്തു. തമ്പുരാൻ ആ തോമാസ് ശ്ലീഹായുടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള വാശി പിടിച്ച ആഗ്രഹത്തിൽ സമ്മതിച്ചു കൊടുത്തു. പ്രിയമുള്ളവർ, ഇതുപോലെ നാമും നമ്മുടേതായ ആഗ്രഹങ്ങൾ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും തരും. വീണ്ടും തോമാസ് ശ്ലീഹായുടെ വ്യക്തിത്വത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം മറക്കരുത്. തോമാസ് ശ്ലീഹായുടെ തീരുമാനത്തിൻ്റെ ഭൗതിക തെളിവില്ലാത്ത പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുവാനുള്ള തോമാസ് ശ്ലീഹായുടെ വിസമ്മതമാണ്. കർത്താവ് മനസ്സിലാക്കും. വീണ്ടും തുടർന്നുള്ള തോമാസ് ശ്ലീഹായുടെ ഏറ്റുപറച്ചിലും സത്യസന്ധമായ സംശയവാദത്തിൽ നിന്ന് ആഴമേറിയതും വ്യക്തിപരമായ വിശ്വാസത്തിലേക്കുള്ള ഒരു യാത്രയെ പ്രതിനിധീകരിക്കുന്നു. അത് തമ്പുരാനിഷ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ ദൈവം സമ്മതിച്ചു കൊടുത്തത്. ഒപ്പം തന്നെ തോമാസ് ശ്ലീഹായുടെ പ്രസിദ്ധമായ പ്രഖ്യാപനം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യോഹന്നാൻ 20:20 കാണുന്നുവെങ്കിൽ പുതിയ നിയമത്തിലെ യേശുവിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും വ്യക്തമായ പ്രസ്താവന ഒന്നാണ്, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന്. പ്രിയമുള്ളവരെ, സത്യസന്ധവും അന്വേഷിക്കുന്നതുമായ സംശയങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള ആഴത്തുള്ള അറിവിലേക്ക് നയിക്കുമെന്ന് എടുത്തു കാണിക്കുന്നു. സത്യസന്ധവും അന്വേഷിക്കുന്നതുമായ സംശയങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവിലേക്ക് നമ്മെ നയിക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. തോമാസ് ശ്ലീഹായുടെ സംശയത്തിന് യേശു അവനെ കുറ്റപ്പെടുത്തിയോ? കുറ്റപ്പെടുത്തിയില്ല. പകരം അവൻ എവിടെ ആയിരുന്നാലും അവനെ കണ്ടുമുട്ടി തോമാസ് ശ്ലീഹ ആവശ്യപ്പെട്ട നിർദ്ദിഷ്ട തെളിവുകൾ നൽകി. യേശു അന്വേഷകരോട് ക്ഷമയുള്ളവനാണ് കർത്താവ്. സത്യസന്ധമായ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ തയ്യാറാണെന്നും ഈ സംഭവം എടുത്തു കാണിക്കുന്നു. പ്രിയമുള്ളവര്, യേശു തോമാസ് ശ്ലീഹയോട് പറഞ്ഞ പോലെ, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എങ്കിൽ കാണാതെ വിശ്വസിച്ചുകൊണ്ട് ദൈവം നൽകിയ വാഗ്ദത്ത അനുഗ്രഹം സ്വീകരിക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തോമാസ് ശ്ലീഹ പോലെ വാശി പിടിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛനീശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.